ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. ജയിലിൽ നിന്ന് ഊർമിളാദേവി തിരിച്ചെത്തുമ്പോൾ തന്ത്രങ്ങളുമായി മായാവതിയും എത്തുന്നു. തനിക്ക് പ്രായമായതിനാൽ കാരണവത്തി സ്ഥാനം ഊർമിളയ്ക്കോ മധുമതിക്കോ കൊടുക്കാൻ മുത്തശ്ശി തീരുമാനിക്കുന്നു. ഇതറിഞ്ഞ മായാവതി വർഷയെ കാരണവത്തിയാക്കാൻ കുതന്ത്രങ്ങളുമായി മുത്തശ്ശിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ച് മുത്തശ്ശിയെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നു. അഞ്ജലിയുടെ മകൾ മായാവതി തന്നെ ഉപദ്രവിക്കാറുണ്ടെന്ന് ഊർമിളയോട് പറയുമ്പോൾ മായാവതിയെ ഒരു പാഠം പഠിപ്പിക്കാൻ ഊർമിള തീരുമാനിക്കുന്നു. തുടർന്ന് കാണുക. അന്നത്തെ ആ ദിവസം അസ്തമിച്ചു. അഞ്ജലി കൂടി ദേശായി വീട്ടിലേക്ക് വന്നത് എല്ലാവരും അറിഞ്ഞത് രാവിലെയാണ്. ബാംഗ്ലൂർ വിശേഷങ്ങൾ പങ്കുവെച്ച് അഞ്ജലിയും മധുമതിയും സംസാരിച്ചിരുന്നപ്പോഴാണ് മുത്തശ്ശി അങ്ങോട്ട് വന്നത്. അപ്പോൾ എവിടെ എല്ലാവരും? ഇന്ന് കുടുംബസഭ കൂടുമ്പോൾ എല്ലാവരും വേണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എല്ലാവരും എവിടെ പോയി? മുത്തശ്ശി ഇത്രയും ചോദിക്കവേ എല്ലാവരും അങ്ങോട്ട് വന്നു. മുത്തശ്ശി പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യത്തിൻ്റെ അവസാന തീരുമാനം പറയാനാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിനു മുന്നേ എൻ്റെ കാരണവത്തി എന്നുള്ള അധികാരം ഉപയോഗിച്ച് അവസാനമായി ഞാൻ നിങ്ങളോട് എല്ലാവരോടും ആ കാര്യം ആവശ്യപ്പെടുകയാണ്. അന്നേരം എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു, എന്താ അത്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഊർമിള ഇവിടെ നിന്നും പോയേ പിന്നെ ജയപാലാണ് ഊർമിള നോക്കിയിരുന്ന എല്ലാ ബിസിനസ് കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഊർമിളയ്ക്ക് കമ്പനിയിലുണ്ടായിരുന്ന ആ സ്ഥാനം ഇത്രയും നാൾ ജയപാൽ വളരെ നന്നായി തന്നെ കൈകാര്യം ചെയ്തിരുന്നു. അവൻ്റെ ഉള്ളിലെ കവിതകളെല്ലാം അടക്കി വെച്ച് അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അവൻ ദേശായി കുടുംബത്തിൻ്റെ കമ്പനിക്കായി ഇത്രയും നാളും നിലകൊണ്ടു. എന്നാൽ ഇപ്പോൾ ഊർമിള തിരിച്ചു വന്നു. ഇനി ഊർമിള തന്നെ ആ പഴയ ഉത്തരവാദിത്വങ്ങളെല്ലാം ഏറ്റെടുക്കണം. എന്തൊക്കെ കാര്യങ്ങൾ ഊർമിള നമ്മുടെ ഓഫീസിൽ നോക്കിയിരുന്നോ അതെല്ലാം ഊർമിള തന്നെ വീണ്ടും പഴയതുപോലെ നോക്കി നടത്തണം. അതും ആ പഴയ ഊർമിളയായി. ഇതാണ് എൻ്റെ തീരുമാനം. അത് കേട്ടു നിന്ന മായാവതി ഒഴികെ എല്ലാവരും സന്തോഷിച്ചു. ഇത് വലിയൊരു ഹാപ്പി ന്യൂസ് ആണല്ലോ. ഊർമിള വീണ്ടും നമ്മുടെ കമ്പനിയിലേക്ക് തിരിച്ചു വരികയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശായി കമ്പനി ഇനിയും വീണ്ടും ഉയർച്ചയിലെത്തുമെന്നതിൽ സംശയമില്ല. പക്ഷേ അന്നേരം ഊർമിള മാത്രം അത് തടുത്തു. ഇത് നടക്കില്ല ദേവേട്ട. എല്ലാവരും അത് കേട്ട് ഞെട്ടി. അമ്മ എന്നോട് ക്ഷമിക്കണം. ഈ വീട്ടിൽ മരുമകളായി ഞാൻ വന്ന അന്ന് മുതൽ ഇന്നിപ്പോൾ 30 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇന്ന് വരെ ഞാൻ അമ്മയെ എതിർത്തുകൊണ്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ ഈ കാര്യം ഇതെനിക്ക് കഴിയില്ല അമ്മേ. അതിന് കാരണം മറ്റൊന്നുമല്ല. ഒരു ജയിൽ പുള്ളിയായിരുന്നു ഞാൻ. ദേശായി കുടുംബത്തിൻ്റെ ബിസിനസ് നോക്കി നടത്തുക എന്ന് പറഞ്ഞാൽ അത് നടക്കാത്തൊരു കാര്യമാണ്. എനിക്ക് ആ പണ്ടത്തെ നിലയും വിലയും ഇനി ഒരിടത്തും കിട്ടില്ല. അത് നമ്മുടെ കമ്പനിയുടെ നാശത്തിലേക്ക് വഴിവെക്കുള്ളൂ. ഇത്രയും പറഞ്ഞ് ഊർമിള നേരെ ബെഡ്റൂമിലേക്ക് പോയി. എല്ലാവരും ഒരുപോലെ ദുഃഖിതരാണ്. അമ്മേ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഊർമിളയെ വീണ്ടും പഴയ പോലെ ആക്കണം. അതിനു വേണ്ടിയാ ഞാൻ ഈ ആവശ്യം അമ്മയോട് പറഞ്ഞത്. പക്ഷേ അതിപ്പോൾ ഇങ്ങനെ ആയില്ലേ? അന്നേരം മുത്തശ്ശി ജയപാലിനെ സംസാരിക്കാൻ അനുവദിക്കാതെ പറഞ്ഞു. ജയ, നീ നോക്കിക്കോ. എൻ്റെ പേര് മഹതി എന്നാണെങ്കിൽ ഊർമിളയെ കൊണ്ട് ഈ ആവശ്യം ഞാൻ അംഗീകരിപ്പിച്ചിരിക്കും. ഇത്രയും പറഞ്ഞ് മുത്തശ്ശി ഊർമിളയുടെ മുറിയിലേക്ക് പോയി. ഊർമിളെ, ഞാൻ നിന്നോട് പറയുന്നത് നീ ശ്രദ്ധയോടെ കേൾക്കണം. നീ ഇപ്പോൾ കുറേ പ്രസംഗിച്ചിട്ട് പോയല്ലോ. നീ ഇനി ദേശായി കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താൽ കമ്പനി തകരുമെന്ന് പറഞ്ഞില്ലേ? തകരുന്നെങ്കിൽ അങ്ങ് തകർന്നോട്ടെ. പക്ഷേ നീ തന്നെ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. നീ പൊക്കിക്കൊണ്ടുവന്ന കമ്പനിയാണ് നമ്മുടെ ദേശായി കമ്പനി. അർജുനും അഭിഷേകും പിച്ച വെച്ച് തുടങ്ങിയ സമയം നിന്റെ ഭർത്താവ് ജയപാൽ കവിയരങ്ങിന് കറങ്ങി നടന്നപ്പോൾ ദേവനും കൂടി ബിസിനസ് മീറ്റിങ്ങുകളിലുമായി ബന്ധപ്പെട്ട് രാജ്യം വിട്ടപ്പോഴെല്ലാം ഈ കമ്പനിയെ ഒറ്റയ്ക്ക് ഉയർത്തിപ്പിടിച്ചത് നീയാണ് ഊർമിളെ. വർഷം 10-25 കഴിഞ്ഞെങ്കിലും എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. നീ പൊക്കിക്കൊണ്ടുവന്ന ആ കമ്പനി നീ തന്നെ വേണം മുന്നോട്ട് കൊണ്ടുപോവാൻ.
ഇനി നീ ഇതിന് സമ്മതമല്ലെന്ന് പറഞ്ഞ് ദേശായി കുടുംബത്തിലെ കാരണവത്തിയായ എന്നെ ആക്ഷേപിക്കരുത്. ഇതൊരു അപേക്ഷയാണ്. ഇത്രയും പറഞ്ഞ് മുത്തശ്ശി ഊർമിളയുടെ മുന്നിൽ കൈകൂപ്പി. പെട്ടെന്ന് ഊർമിള മുത്തശ്ശിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, അമ്മ എന്നോട് അപേക്ഷിക്കരുത്. അതെനിക്ക് സഹിക്കില്ല. ജയിലിൽ കിടന്ന് മരവിച്ച എൻ്റെ മനസ്സ് ശരിയാകാൻ അല്പം സമയമെടുക്കും. പക്ഷേ എൻ്റെ അമ്മ ഒരിക്കലും ആരുടെ മുന്നിലും തോൽക്കാൻ ഞാൻ അനുവദിക്കില്ല. കുടുംബസഭയിൽ വെച്ച് ദേശായി വീടിൻ്റെ കാരണവത്തിയായ ഈ മഹതി എന്ന എൻ്റെ അമ്മ എല്ലാവർക്കും മുന്നിൽ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും. പോരെ. ഇത്രയും പറഞ്ഞ് ഊർമിള മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. മുത്തശ്ശി ഊർമിളയും കൂട്ടി വീണ്ടും കുടുംബസഭയിലേക്ക് വന്നു. ഊർമിളയുടെ തീരുമാനം എന്താണെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയായിരുന്നു. അതെല്ലാം കണ്ടുനിന്ന മായാവതി വർഷയുടെ ചെവിയിൽ പറഞ്ഞു, എടി മോളെ, ഈ ഊർമിള എങ്ങാനും വീണ്ടും ആ പദവി വന്നാൽ വീണ്ടും ഇവൾ ആ പഴയ ഊർമിളയാവും. മുല്ലപ്പൂവും വെച്ച് സാരിയും ചുറ്റി നെക്ലസ് ഇട്ട് ഇവൾ വീണ്ടും ഇറങ്ങും മോളെ. ഇതെങ്ങനെയും തടഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കഞ്ഞിയിൽ പാറ്റ വീഴും. എൻ്റെ പൊന്നമ്മേ, അമ്മയൊന്ന് മിണ്ടാതിരിക്കേ, ഒന്ന് അടങ്ങിയിരിക്കേ. അമ്മ ഇന്നലെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കത് ന്യായമായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ കൂടെ നിന്നത്. പക്ഷെ എപ്പോഴും ഞാൻ അതുപോലെ കൂടെ നിൽക്കില്ല കേട്ടോ. എടി നിന്നെ. അപ്പോൾ എൻ്റെ അവസാനത്തെ ഉത്തരവ് പോലെ ഊർമിള ഇനി ദേശായി കമ്പനിയിലെ അവൾ നോക്കി നടത്തിയിരുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും വീണ്ടും പഴയതുപോലെ തന്നെ നോക്കി നടത്താൻ പോകുന്നു. അന്നേരം എല്ലാവരും ഊർമിളയെ നോക്കി. ഊർമിളാദേവി ഒന്ന് പുഞ്ചിരിച്ചു. എല്ലാവരും ആ തീരുമാനം കൈയടിച്ച് അങ്ങ് പാസ്സാക്കി. അതെ, ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ പഴയതുപോലെ നോക്കിക്കൊള്ളാം. ഇനി അതിൻ്റെ പേരിൽ ഒരു തർക്കം വേണ്ട. ഇനി പ്രധാന കാര്യം, ഈ കുടുംബത്തിൻ്റെ അടുത്ത കാരണവത്തി അത് ആര്? ഊർമിളയോ അതോ മധുമതിയോ? എല്ലാവരും ആശ്ചര്യത്തോടെ മുത്തശ്ശിയെ നോക്കി. ആദ്യം പൊതു അഭിപ്രായം അറിയട്ടെ. എത്ര പേർക്ക് മധുമതിയെ കാരണവത്തിയായി കാണാൻ ആഗ്രഹമുണ്ട്? അന്നേരം വർഷയും മായാവതിയും അഞ്ജലിയും ഊർമിളയും ഉൾപ്പെടെ 4 പേർ കൈകൾ പൊക്കി. അല്ല വർഷേ, ഇന്നലെ രാത്രിയിൽ നീ എൻ്റെ മുറിയിൽ വന്ന് നിനക്ക് ഊർമിള കാരണവത്തിയാകണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ എന്തു പറ്റി? വർഷ അന്നേരം ഒന്ന് പരിങ്ങി. അഭിഷേക് അന്നേരം രൂക്ഷമായ നോട്ടം വർഷയുടെ മേൽ നോക്കി. തൻ്റെ പ്ലാൻ പാളിപ്പോയതറിഞ്ഞ വർഷ വിക്കലോടെ പറഞ്ഞു, അത് പിന്നെ മുത്തശ്ശി. വേണ്ട വർഷേ, കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. ശേഷം വർഷ ഇന്നലെ രാത്രിയിൽ മുത്തശ്ശിയോട് സംസാരിച്ച കാര്യങ്ങൾ മുത്തശ്ശി എല്ലാവരും കേൾക്കെ പറഞ്ഞു. വർഷ അന്നേരം മായാവതിയുടെ മുഖത്ത് നോക്കി. അമ്മേ, ഇന്ന് എന്നെ എല്ലാവരും ചേർന്ന് കൊല്ലും, ഉറപ്പാ. മായാവതി അന്നേരം ഒന്നും മിണ്ടാതെ പരിങ്ങി. മോളെ. കഴിഞ്ഞ കഥകൾ മുത്തശ്ശി പറഞ്ഞതും അഭിഷേക് പറഞ്ഞു. മുത്തശ്ശി, ഇവൾ ഇങ്ങനെയൊക്കെ പറയുള്ളൂ. അതെ അമ്മേ, ഇവള് വീണ്ടും ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയത് ആര് വന്നതിൻ്റെ പ്രതിഫലനമാണെന്ന് ഞാൻ പറയണ്ടല്ലോ. അയ്യോ, അത് എന്നെയാണോ ഉദ്ദേശിച്ചത്? ഞാൻ ആരെയും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ചിലർക്ക് അവരാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് തോന്നിയാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? മായാവതി അന്നേരം തൂണിന് പിന്നിൽ മറഞ്ഞു നിന്ന് മധുമതിയെ കോഷ്ടി കാണിച്ചു. അയ്യ, കാണിച്ചു തരാവടി നിന്നെയൊക്കെ ഞാൻ. നിർത്ത്. നിങ്ങൾ വഴക്ക് കൂടണ്ട. കുടുംബത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതിന് വർഷയ്ക്കൊരു ചെറിയ ശിക്ഷയുണ്ടാകും. ശിക്ഷ നൽകുന്നത് ഈ വീടിൻ്റെ പുതിയ കാരണവത്തിയായിരിക്കും. വർഷ അന്നേരം ആകെ പെട്ടുപോയ അവസ്ഥയിലായിരുന്നു. ഇനി ഊർമിള കാരണവത്തിയാകണമെന്ന അഭിപ്രായത്തോട് ആരെല്ലാം യോജിക്കുന്നു? അന്നേരം അമൃതയും അർജുനും അഭിഷേകും ജയപാലും ദേവരാജനും കിരണും മധുമതിയും ഉൾപ്പെടെ എല്ലാവരും കൈകൾ പൊക്കി. അപ്പോൾ എല്ലാവർക്കും ഊർമിളയെ പുതിയ കാരണവത്തിയാക്കണം എന്നാണ് താല്പര്യം, അല്ലേ? ഇതിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷെ അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. വർഷ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞതുപോലെ ഈ വീടിൻ്റെ താക്കോൽ കൂട്ടവും വരുമാന കണക്കുകളും വീട്ടു ചെലവുകളും എല്ലാം നോക്കുന്നതിനായി ഒരാളെ കൂടി ഏൽപ്പിക്കുകയാണ്. ഊർമിള ജയിലിൽ പോകുന്നതിന് മുൻപ് വരെയും അത് ഊർമിളയായിരുന്നു നോക്കി നടത്തിയിരുന്നത്. എന്നാൽ ഊർമിള പോയപ്പോൾ ഇപ്പോൾ അത് മധുമതിയുടെ കയ്യിലാണ്. പക്ഷേ ഞാൻ എൻ്റെ കാരണവത്യ സ്ഥാനം എൻ്റെ മരുമക്കളിൽ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആ താക്കോൽ കൂട്ടവും അവരിൽ നിന്ന് ഈ കുടുംബത്തിലെ പുതിയ മരുമക്കളിലേക്ക് പോകും. അതെ, അമൃതയോ വർഷയോ
ആരാണ് ഈ വീടിന്റെ താക്കോൽ കൂട്ടം ഏറ്റുവാങ്ങാൻ പോകുന്നത്? അന്നേരം മായാവതി വർഷയുടെ ചെവിയിൽ പറഞ്ഞു, മോളെ വർഷേ, കിളവി നിനക്ക് ശിക്ഷ തരുമെങ്കിലും ഇന്നലെ നീ പറഞ്ഞു കൊടുത്ത ഈ കാര്യം കിളവിക്ക് മനസ്സിലായിട്ടുണ്ട്. നീ നോക്കിക്കോ, വീടിന്റെ സർവാധികാരം എൻ്റെ ഈ മോക്ക് തന്നെ കിട്ടും. വർഷ അന്നേരം ചിരിച്ചു. അതെ അമ്മേ, ഞാൻ തന്നെയാ പുതിയ താക്കോൽ കൂട്ടത്തിന്റെ അധികാരി. മുത്തശ്ശി ദേശായി വീടിന്റെ പുതിയ കാരണവത്തിയുടെയും താക്കോൽ കൂട്ടത്തിന്റെ അധികാരിയുടെയും പേരുകൾ പറയാൻ തുടങ്ങി. ഞാൻ ചിത്രാദേവി. ഊർമിളയ്ക്ക് എന്നെ വളരെ നന്നായി അറിയാം. ചിത്രാദേവി, നിങ്ങൾ ഇതാ ഇപ്പോൾ നിന്റെ മുന്നിൽ ഞാൻ നേർക്കു നേരെയുണ്ട്. ഈശ്വര, ഇനി ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ അമ്മായിയമ്മയ്ക്കൊക്കെ ശരിക്കും ഈ വീട്ടിൽ എന്താ സ്ഥാനം? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ തിരിച്ചു വാങ്ങി എടുക്കും. ഇത് ആ പഴയ അമൃതയും അല്ല, വെർഷൻ 2.0 ആണ്. കാണിച്ചു തരവടി നിന്നെയൊക്കെ ഞാൻ.